പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് ആൻഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എമോഷണൽ ഇൻ്റലിജൻസ്, ഈ രണ്ട് ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇമോഷണൽ ഇൻ്റലിജൻസ്, ദ ടേം വാസ് കോയിൻഡ് ബൈ സൈക്കോളജിസ്റ്റ് ജോൺ മേയർ ആൻഡ് പീറ്റർ സലോവി ഇൻ 1990. 1990 ഈ എമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജോൺ മേയർ ആൻഡ് പീറ്റർ സലോവി. ആൻഡ് ഇൻ 1995 ഡാനിയൽ ഗോൾമാൻ പബ്ലിഷ്ഡ് എ ബുക്ക്, എമോഷണൽ ഇൻ്റലിജൻസ്, വിച്ച് വാസ് ബേസ്ഡ് ഓൺ വർക്ക്സ് ഓഫ് മേയർ ആൻഡ് സലോവി. 1995 ഡാനിയൽ ഗോൾമാൻ പബ്ലിഷ് ചെയ്ത ബുക്കാണ് എമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ആ ബുക്ക് ബേസ് ചെയ്തിരിക്കുന്നത് ആരുടെ വർക്ക്സാണ്? ജോൺ മേയറിൻ്റെ അതുപോലെ തന്നെ പീറ്റർ സലോവിയുടെ വർക്ക്സിൻ്റെ ബേസിലാണ് ആ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എമോഷണൽ ഇൻ്റലിജൻസ് റെഫേഴ്സ് ടു ദ കപ്പാസിറ്റി ഫോർ റെക്കഗ്നൈസിങ് അവർ ഓൺ ഫീലിംഗ്സ് ആൻഡ് ദോസ് ഓഫ് അതേഴ്സ്, ഫോർ മോട്ടിവേറ്റിംഗ് അവർ സെൽഫ് and for managing emotions well in ourselves and in our relationships. എമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ എമോഷൻസ് തിരിച്ചറിയാനും അതുപോലെ തന്നെ മറ്റു വ്യക്തികളുടെ എമോഷൻസ് തിരിച്ചറിയാനുമുള്ള ഒരു കപ്പാസിറ്റിയാണ് എമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അത്തരത്തിൽ നമ്മൾ എമോഷൻസ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയുന്നതിലൂടെ we can manage our emotions well in ourselves and in our relationships, and it also act as a motivating force. നമ്മുടെ എമോഷൻസ് തിരിച്ചറിഞ്ഞ് അതൊരു മോട്ടിവേറ്റീവ് ഫോഴ്സായിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ എമോഷൻസിനെ മാനേജ് ചെയ്യാൻ നമ്മൾക്ക് പറ്റുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? എമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. It refers to the capacity for recognizing our own feelings and those of others, for motivating ourselves and for managing emotions well in ourselves and in our relationships. Then, what are the characteristics of emotional intelligence? ഒരു വ്യക്തി എമോഷണലി ഇൻ്റലിജൻ്റ് ആണ് എന്ന് പറയുമ്പോൾ അയാൾക്കുണ്ടാകേണ്ട ചില ക്യാരക്ടറിസ്റ്റിക്സുകളുണ്ട്. ഇവിടെ 5 ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചാണ് പറയുന്നത്. സെൽഫ് അവെയർനെസ്, സെൽഫ് റെഗുലേഷൻ, മോട്ടിവേഷൻ, എംപതി ആൻഡ് സോഷ്യൽ സ്കിൽസ്. വാട്ട് ഈസ് സെൽഫ് അവെയർനെസ്? സെൽഫ് അവെയർനെസ് മീൻസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെക്കഗ്നൈസിങ് അവർ ഓൺ ഇമോഷൻസ്, തോട്ട്സ്, ബിഹേവിയർ ആൻഡ് ഇവാലുവേറ്റ് ദം ആൻഡ് മാനേജ് ദം. സെൽഫ് അവെയർനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വയം എമോഷൻസിനെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും, അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സിനെ, ബിഹേവിയേഴ്സിനെ, ഇതൊക്കെ നമുക്ക് സ്വയം റെക്കഗ്നൈസ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുമുള്ള നമ്മുടെ കപ്പാസിറ്റിയാണ്. ആൻഡ് ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ടു ഇവാലുവേറ്റ് ആൻഡ് മാനേജ് ദം. നമ്മുടെ എമോഷൻസിനെ ഇവാലുവേറ്റ് ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനും ഒരു വ്യക്തിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ തന്നെ ഇമോഷൻസിനെ തിരിച്ചറിഞ്ഞ്, ചിന്തകളെ തിരിച്ചറിഞ്ഞ്, ബിഹേവിയറെ തിരിച്ചറിഞ്ഞ് അതിനെ ഇവാലുവേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനുമുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, സെൽഫ് റെഗുലേഷൻ. ദിസ് ഇൻവോൾവ്സ് എക്സ്പ്രസിങ് എമോഷൻസ് അപ്രോപ്രിയേറ്റ്ലി, കോപ്പിംഗ് വിത്ത് ചേഞ്ച് ആൻഡ് മാനേജിങ് കോൺഫ്ലിക്റ്റ്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് being aware of how one's actions affect others. സെൽഫ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് എക്സ്പ്രസിങ് എമോഷൻസ് അപ്രോപ്രിയേറ്റ്ലി. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കഴിവാണ്. അതുപോലെ കോപ്പിംഗ് വിത്ത് ചേഞ്ച്, മാറ്റങ്ങളിൽ നമുക്ക് അംഗീകരിക്കാൻ അല്ലെങ്കിൽ അതിനനുസരിച്ച് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ നമ്മൾക്ക് കഴിയണം. ആൻഡ് മാനേജിങ് കോൺഫ്ലിക്ട്സുകളെ മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, ആൻഡ് ഒരു ആക്ഷൻ എങ്ങനെ മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്യുന്നു എന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെയാണ് സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് എമോഷൻസ് അപ്രോപ്രിയേറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയണം.
അതുപോലെ തന്നെ ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്ത് അതിനനുസരിച്ചിട്ട് ബിഹേവ് ചെയ്യാനും കോൺഫ്ലിക്റ്റുകളെ മാനേജ് ചെയ്യാനും ഒരു ആക്ഷൻ എങ്ങനെയാണ് മറ്റു വ്യക്തികളെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിലാണ് അതെന്താവുന്നത്, സെൽഫ് റെഗുലേഷൻ ആവുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് മോട്ടിവേഷൻ. എമോഷണലി ഇൻ്റലിജൻറ്റ് പീപ്പിൾ ആർ മോട്ടിവേറ്റഡ് ബൈ their inner needs and goals rather than external rewards. നമ്മൾ മോട്ടിവേഷൻ നമ്മൾ ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക് മോട്ടിവേഷനും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർ ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ആയിരിക്കും. അതെന്താണ്, അവർക്ക് അവരുടെ നീഡ്സ് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ഗോൾസ് സെറ്റ് ചെയ്യാനും അത് അറ്റൈൻ ചെയ്യാനുമുള്ള ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് അവരിലുണ്ടായിരിക്കും. മറിച്ച് എക്സ്റ്റേണൽ റിവാർഡ്സിനെ ബേസ് ചെയ്തിട്ടല്ല അവരൊരു കാര്യം ചെയ്യുന്നതിന് മോട്ടിവേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ എമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പീപ്പിൾസ് എങ്ങനെയായിരിക്കും, അവരുടെ ഇന്നർ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് അവർ എപ്പോഴും മോട്ടിവേറ്റ് ആയിരിക്കും. പക്ഷേ അതിനനുസരിച്ചായിരിക്കും അവർ ഗോൾ സെറ്റ് ചെയ്യുന്നത്. അല്ലാതെ ആ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ റിവാർഡ്സ് കിട്ടുന്നതിന് വേണ്ടി ഒരു കാര്യം ചെയ്യുക എന്ന രീതി ആയിരിക്കില്ല അവർ ഫോളോ ഉണ്ടാവുക. ഓക്കെ, ദാറ്റ് ഈസ് മോട്ടിവേഷൻ. Next is empathy. Empathetic people understand how others feel and try to understand things from their point of view. ഒരു വ്യക്തി എംപതറ്റിക് ആണെങ്കിൽ അവർക്ക് they can understand how others feel. മറ്റുള്ളവർക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളെയാണ് നമ്മൾ എംപത്തറ്റിക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് മറ്റുള്ളവരുടെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഫീൽ ചെയ്യാനും അത് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ എമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി എങ്ങനെയായിരിക്കും, അയാൾക്ക് മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാനും അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കാര്യങ്ങളെ നോക്കിക്കാണാനും കഴിയുന്ന ആളുകളായിട്ട്, അതിനെയാണ് നമ്മൾ എംപതി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ്, സോഷ്യൽ സ്കിൽസ്. Emotionally intelligent people treat others politely and with respect and use healthy relationship for personal and organizational benefits. അപ്പോൾ സോഷ്യൽ സ്കിൽസ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നവരായിരിക്കും എമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ട് ആളുകളെന്ന് പറയുന്നത്. അവർ മറ്റുള്ളവരോട് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ദേ ട്രീറ്റ് അതേഴ്സ് പൊളൈറ്റ്ലി വിത്ത് റെസ്പെക്റ്റോടുകൂടി പൊളൈറ്റ്ലി ആയിരിക്കും അവർ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് they use relationship for personal and organization benefit. അവർ റിലേഷൻഷിപ്സിനെ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷൻ ബെനിഫിറ്റ്സിന് വേണ്ടി അവർ ഉപയോഗിക്കും. അത് വിത്ത് റെസ്പെക്റ്റോടുകൂടി പൊളൈറ്റ്ലി ആയിരിക്കും മറ്റുള്ളവരെ അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഏതൊക്കെയാണ്? സെൽഫ് അവെയർനെസ്, സെൽഫ് റെഗുലേഷൻ, മോട്ടിവേഷൻ, എംപതി ആൻഡ് സോഷ്യൽ സ്കിൽസ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.